നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റും അതുപോലെ ഡോമും ഉപയോഗിച്ച് നമ്മുടെ HTML എലമെൻറ്റിനെ അതിൻ്റെ ID നെയിം ഉപയോഗിച്ച് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ വരാം. HTML ഡോക്യുമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ H1 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സോ അതിൽ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ ലഭിച്ചു. ഞാനിവിടെ ചെയ്യുന്നത് HTML H1 എലമെൻറ്റിന് ഒരു ID കൊടുക്കുന്നു. സോ ഞാനിവിടെ head1 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. ശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എല്ലാം ഇതിൻ്റെ ഒരു ഡോം മാനിപ്പുലേഷൻ മെത്തേഡാണ്. സോ ഡോക്യുമെൻറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഈ മുഴുവൻ HTML ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡോക്യുമെൻറ്റ് റൈറ്റ് എന്ന് പറയുന്നതും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഡോക്യുമെൻറ്റ് റൈറ്റ് എന്ന് പറയുന്നതും ഒരു ഡോം മാനിപ്പുലേഷൻ മെത്തേഡാണ്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നു. ശേഷം ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ID നെയിം കൊടുക്കുന്നു, head1 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ head1 എന്ന് പറയുന്ന ഒരു ID നെയിം ഉള്ള ഒരു HTML എലമെൻറ്റിനെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇതിനെ നമ്മൾ var a എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ a എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം കൺസോൾ സെലക്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ H1 എന്ന് പറയുന്ന ആ എലമെൻ്റ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, സോ H1 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് A എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്തു. സോ ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും മറ്റുമെല്ലാം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ ഉദാഹരണമായി ഞാനിവിടെ A എന്ന് പറയുന്ന വേരിയബിൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഡോട്ട് കൊടുത്ത ശേഷം ഇതിൽ ഇന്നർ HTML എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, സോ ഇതിനുള്ളിലുള്ള HTML കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രോപ്പർട്ടിയാണ്. സോ ഇതിൽ ഞാൻ ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ ഈ sample.js എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ H1 എലമെൻറ്റിനുള്ളിലുള്ള കണ്ടൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത് ചേഞ്ച് ചെയ്തത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഡോം മെത്തേഡായ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ ഈ ബോഡിക്കുള്ളിൽ H1 എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ കൊടുത്ത ജാവാസ്ക്രിപ്റ്റ് വഴി കൊടുത്ത ആ ഒരു കണ്ടൻറ്റ് കാണാൻ കഴിയും. സോ ആക്ച്വലി ബേസിക്കലി നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നായിരുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു എലമെൻറ്റിൻ്റെ ID നെയിം ഉപയോഗിച്ച് നമുക്ക് അത് ആക്സസ് ചെയ്ത് അതിൻ്റെ വാല്യൂസും കാര്യങ്ങളുമെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എനിക്ക് ഇതിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ സോ ഞാൻ വീണ്ടും സേവ് ചെയ്യുന്നു. നമുക്ക് ഹലോ വേൾഡ് എന്ന് തന്നെ ലഭിക്കുന്നു. നമുക്ക് എ ഡോട്ട് നമ്മളിതിൻ്റെ CSS പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എ ഡോട്ട് സ്റ്റൈൽ ഡോട്ട് കളർ എന്ന് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ബ്ലൂ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ബ്ലൂ കളർ ലഭിക്കുന്നു. സോ ഇത് നമ്മൾ ചെയ്തതും നമ്മൾ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിച്ചാണ്. ഇതുപോലെ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജസ്, ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ മെത്തേഡുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.